അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് 6-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വവും ബിസിനസ് ധാർമ്മികതയും, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നതാണ്. ചാപ്റ്റർ മനസ്സിലായല്ലോ, സാമൂഹിക ഉത്തരവാദിത്വവും ബിസിനസ് ധാർമ്മികതയും എന്നാണ്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന ആശയത്തെക്കുറിച്ചും ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബിസിനസ് വ്യത്യസ്ത തൽപര കക്ഷികളോടുള്ള ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിയുന്നതിനും ബിസിനസ് ധാർമ്മികതയും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുക, ബിസിനസ് ധാർമ്മികത എന്ന ആശയവും അതിൻ്റെ ഘടകങ്ങളും, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ ബിസിനസ് enterprise should do business and earn money in ways that fulfill the expectation of the society. അതായത് ഓരോ വ്യക്തിക്കും സമൂഹത്തോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ അധ്യാപകരോട് ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്, രക്ഷിതാക്കളോട് ഉത്തരവാദിത്വം, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്, ക്ലാസ് ലീഡർ ആണെങ്കിൽ ലീഡർക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കേട്ടതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് സാമൂഹികമായ മൂല്യങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിക്കേണ്ടത് ബിസിനസ് സ്ഥാപനവും ബിസിനസ് ചെയ്യുന്നതും ഇത്തരത്തിലൂടെ ആയിരിക്കണം എന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് സ്ഥാപനവും ബിസിനസ് ചെയ്യുന്നതും അതിലൂടെ ലാഭം നേടുന്നതും സമൂഹത്തിൻ്റെ കൂടി പ്രതീക്ഷകൾക്കനുസരിച്ചായിരിക്കണം. അപ്പോൾ സമൂഹത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ശരിക്ക് ബിസിനസ് നടത്തേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. സമൂഹത്തെ അംഗീകരിക്കണം, അല്ലാതെ സമൂഹത്തെ അംഗീകരിക്കാതെ ഒരു ബിസിനസ്സുകാരന് ഇഷ്ടമുള്ള രൂപത്തിൽ വിൽക്കുക, ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുക, അപ്പോൾ സമൂഹം എന്ന് പറയുന്ന ഈ ജനങ്ങളതിലേക്ക് വരുമോ? ഇല്ല. അപ്പോൾ ആ ബിസിനസ് കൊണ്ട് മെച്ചമുണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരിക്ക് സാമൂഹിക ഉത്തരവാദിത്വം എന്ന ആശയം, അഥവാ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. Social responsibility of business refers to its obligation to take those decisions and perform those actions which are desirable in terms of the objectives and values of our society. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനിവാര്യമായ അല്ലെങ്കിൽ അഭികാമ്യമായ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു ബിസിനസ്സിൻ്റെ ചുമതലകളാണ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അഭികാമ്യമായ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു ബിസിനസ്സിൻ്റെ ചുമതലകളാണ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സാമൂഹിക ഉത്തരവാദിത്വം? സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഇവകൾക്ക് ഉദാത്തമായ അല്ലെങ്കിൽ അഭികാമ്യമായ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക, പ്രവർത്തനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിൻ്റെ ചുമതലകളാണ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമൂഹിക ഉത്തരവാദിത്വം അഥവാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ഇറ്റ്സ് ഓബ്ലിഗേഷൻസ് ടു ടേക്ക് ദോസ് ഡിസിഷൻസ് ആൻഡ് പെർഫോം ദോസ് ആക്ഷൻസ്. കണ്ടോ, തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ വിച്ച് ആർ ഡിസൈറബിൾ ഇൻ ടേംസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഒരു സമൂഹത്തെ അംഗീകരിച്ചു കൊണ്ടായിരിക്കുക എന്നതാണ് ശരിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമൂഹിക ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലായോ? സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്ക്, സമൂഹം എന്ന് പറഞ്ഞാൽ അറിയില്ല ആരാണെന്ന്, ജനസമൂഹം എന്ന് കേട്ടിട്ടില്ലേ, അതന്നെ സമൂഹം. ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അഭികാമ്യമായ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു ബിസിനസ്സിൻ്റെ ചുമതലകളാണ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷകളെ മാനിക്കുകയും ലാഭം ലക്ഷ്യം വെക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിന് വേണ്ട പരമാവധി ശ്രമങ്ങൾ
ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ് ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം. അപ്പോൾ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ബിസിനസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം എന്നതാണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതല്ല എന്നുമുള്ള ധാരണ സങ്കല്പത്തിനെതിരാണ്. അതായത് ലക്ഷ്യം ഉടമസ്ഥന് പരമാവധി ലാഭം നേടിക്കൊടുക്കുക മാത്രമാണെന്നും, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലക്ഷ്യം മുതലാളി എന്ത് ചെയ്യുക, പരമാവധി ലാഭം നേടിക്കൊടുക്കുക എന്ന് മാത്രമാണ്. അല്ലാതെ എന്തല്ല, പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതല്ല എന്നുമുള്ള ധാരണ, സാധാരണ സങ്കല്പത്തിനെതിരാണ് ഈ ആശയം. അപ്പോൾ സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ള ഏത് ബിസിനസ്സും ഏത് പൗരനും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എല്ലാ ആളുകളെയും കൃത്യമായി പരിഗണിക്കുക. ഓക്കെ, അതിനാണ് നമ്മളിവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്, സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ആശയമാണ്. അപ്പോൾ ഇനി സോഷ്യൽ അഥവാ സാമൂഹിക ഉത്തരവാദിത്വം എന്നാൽ എന്താണ്? സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അഭികാമ്യമായ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു ബിസിനസ്സിൻ്റെ ചുമതലകളാണ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് മേഖലയുടെ സാമൂഹിക ഉത്തരവാദിത്വം അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSRI എന്ന് കാണാം. രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനം, സാമ്പത്തിക പുരോഗതി, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ കമ്പനികൾക്ക് വഹിക്കാവുന്ന പങ്കിനെയാണ് കോർപ്പറേറ്റ് സുസ്ഥിരത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താ മനസ്സിലായി? രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനം, സാമ്പത്തിക പുരോഗതി, അപ്പോൾ രാജ്യത്തിൻ്റെ വികസനവും സാമ്പത്തിക പുരോഗതിയും സാമൂഹിക പുരോഗതിയും പരിസ്ഥിതി സംരക്ഷണവും ഈ തുടങ്ങിയവയിൽ കമ്പനികൾക്ക് വഹിക്കാവുന്ന പങ്ക് എന്താണോ അതാണ് കോർപ്പറേറ്റ് സുസ്ഥിരത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്വത്തെ CSR നിർവചിക്കുന്നതിനായി സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട പ്രത്യേക നിർവചനങ്ങളൊന്നും ഇല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നാലും നിലവിലുള്ള എല്ലാ നിർവചനങ്ങളും പ്രതിപാദിക്കുന്നത് ബിസിനസ്സിന് സമൂഹത്തിലുള്ള സ്വാധീനം, അതിനുമേലുള്ള സമൂഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. അതിൽ തന്നെ ഉദാഹരണം പറഞ്ഞത് യൂറോപ്യൻ കമ്മീഷൻ CSRനെ നിർവചിക്കുന്നത് ബിസിനസ്സിൻ്റെ സമൂഹത്തിലെ സ്വാധീനത്തിനുള്ള ഉത്തരവാദിത്വം എന്നാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ സമൂഹത്തിലെ സ്വാധീനം എന്ന് പറയുമ്പോൾ ബിസിനസ് സമൂഹത്തെ സ്വാധീനിക്കുക, അവരുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഉത്തരവാദിത്വമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സുസ്ഥിര വികസനത്തിനായുള്ള ലോക ബിസിനസ് ഉപദേശക സമിതി, അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വ്യവസായ വികസന സംഘടന, ഇങ്ങനെയൊക്കെ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ വ്യവസായ വികസന സംഘടന. സാമൂഹിക ഉത്തരവാദിത്വം നിർവചിക്കുന്നത് കമ്പനികൾ അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങളിലും തൽപര കക്ഷികളുമായുള്ള ഇടപാടുകളിലും സാമൂഹികവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളെ സംയോജിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് ആശയമാണ്. അത് ഓരോ കാഴ്ചപ്പാടിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സാമൂഹിക ഉത്തരവാദിത്വത്തെ നിർവചിക്കുന്ന ഒരു ഭാഗമാണ്. അത്ര പ്രധാനമില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യകതയാണ്. നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് ടോപ്പിക്ക്? സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യകത അഥവാ നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതാണ്. നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? അങ്ങനെ പറഞ്ഞാൽ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? സാമൂഹിക ഉത്തരവാദിത്വം ബന്ധപ്പെട്ട് എന്താണ് ബിസിനസ് ചെയ്യേണ്ട ശരിയായ കാര്യം? ഒരു ബിസിനസ് സ്ഥാപനം പരമാവധി ലാഭം പ്രതീക്ഷിക്കുന്ന ഉടമയുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രമായി പ്രവർത്തിക്കുകയാണോ, അതോ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളായ ഉപഭോക്താക്കൾ, തൊഴിലാളികൾ, വിതരണക്കാർ, സർക്കാർ, പൊതുസമൂഹം എന്നിവരുടെ
താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണോ എന്നതാണ് ചോദ്യം. മനസ്സിലായില്ല? സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യകത എന്ത് എന്നൊരു ചോദ്യം വരുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് എന്താണ് ബിസിനസ് ചെയ്യേണ്ട ശരിയായ കാര്യം? അതായത് ഒരു ബിസിനസ്സിന് സമൂഹവുമായുള്ള ഉത്തരവാദിത്വം എന്താണ്? അതായത് അവിടെ ഒരു ബിസിനസ് സ്ഥാപനം പരമാവധി ലാഭം പ്രതീക്ഷിക്കുക. നമുക്കറിയാം ഏത് ബിസിനസ്സും ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെ ലാഭം പ്രതീക്ഷിക്കുന്ന ഉടമയുടെ താല്പര്യങ്ങൾക്ക് മാത്രമായി പ്രവർത്തിക്കുകയാണോ, അതോ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളായ, ശ്രദ്ധിക്കേണ്ട വിഭാഗങ്ങളാണിത്, സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളായ ഉപഭോക്താക്കൾ, തൊഴിലാളികൾ, വിതരണക്കാർ, സർക്കാർ, പൊതുസമൂഹം എന്നിവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണോ എന്നതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമായി ബന്ധപ്പെട്ട് ധാർമ്മികമായി എന്താണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന ചോദ്യം ഉൾപ്പെടുന്നതിനാൽ സാമൂഹിക ഉത്തരവാദിത്വം എന്നത് അടിസ്ഥാനപരമായി ഒരു ധാർമ്മിക പ്രശ്നമായാണ് സൂചിപ്പിക്കുന്നത്. സാമൂഹിക ഉത്തരവാദിത്വങ്ങളിൽ ബിസിനസ്സുകാരൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഉത്തരവാദിത്വങ്ങൾ സ്വമേധയാ നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ അവ ചെയ്യാതിരിക്കുന്നതിനോ ഉള്ള ഘടകം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിലെ വിവിധ മേഖലകൾക്ക് നൽകേണ്ട സേവനത്തിൻ്റെ തോത് തീരുമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർ ഉപയോഗപ്പെടുത്തിയേക്കാം. യഥാർത്ഥത്തിൽ എല്ലാ ബിസിനസ്സുകാരും സമൂഹത്തോട് ഒരേപോലെ ഉത്തരവാദിത്വം കാട്ടുന്നില്ല. നമുക്ക് തന്നെ അറിയാലോ അല്ലേ? എല്ലാ ബിസിനസ്സുകാരും നല്ല രീതിയിലല്ല ഉത്തരവാദിത്വം കാണിക്കുന്നത്. ബിസിനസ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നടപ്പിലാക്കണമോ വേണ്ടയോ എന്നതിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങുമ്പോൾ ചിലർ അതിൻ്റെ ഉടമസ്ഥനുമായി മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ മറ്റു ചിലർ ബിസിനസ്സിന് അതിൻ്റെ തീരുമാനങ്ങളും പ്രവൃത്തികളും സമൂഹത്തിലെ ഏതൊക്കെ മേഖലകളെ ബാധിക്കുമോ അവരോടെല്ലാം അതിന് സാമൂഹികമായ ഉത്തരവാദിത്വം ഉണ്ടാകും എന്നതിൽ ഉറച്ചു നിൽക്കുന്നു. ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വമെന്ന ആശയത്തെ അനുകൂലിച്ചും എതിർത്തുമുള്ള വാദങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഗുണകരമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ചില ആളുകൾ പറയുന്നത് സാമൂഹിക ഉത്തരവാദിത്വം എന്നതും സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടും എല്ലാവരുടെയും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടായിരിക്കണം ഒരു വ്യാപാരി, ഒരു ബിസിനസ് സ്ഥാപനം ഇടപെടേണ്ടത് എന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെയാണ് അതിൽ പരാമർശിക്കുന്നത്. അപ്പോഴോ ചില ആളുകൾ പറയുന്നതിൻ്റെ ആവശ്യമില്ല എന്നുള്ളിടത്തേക്കും അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പഠിക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സാമൂഹിക ഉത്തരവാദിത്വത്തിന് അനുകൂലമായ വാദങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് അനുകൂലമായ വാദങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള നീതീകരണം എന്നതാണ് ഒന്നാമത് പറയുന്ന ആർഗ്യുമെൻറ്റ്സ്. ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള നീതീകരണം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് ബിസിനസ് നിലകൊള്ളുന്നത്. ബിസിനസ് എന്തിനാ നിലകൊള്ളുന്നത്? ബിസിനസ്സിൽ എന്താണോ നടക്കുന്നത്? ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് ബിസിനസ് നിലകൊള്ളുന്നത്. ആണോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടണം, നമുക്ക് ഇന്ന സാധനം വേണം, ആ വേണം എന്ന് തോന്നുന്ന സമയത്ത് അത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റുന്നു. ഇതിനു വേണ്ടിയല്ലേ ബിസിനസ്സുകാരിരിക്കുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് ബിസിനസ് നിലകൊള്ളുന്നത്. ബിസിനസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം ലാഭം നേടുക എന്നതാണെങ്കിലും ഇതിനെ ജനങ്ങളോടുള്ള സേവനത്തിൻ്റെ ഫലമായി മാത്രം കണക്കാക്കുക എന്നതാണ് അഭികാമ്യം. പക്ഷേ ഒരാളും അങ്ങനെ ചെയ്യൂല. സമൂഹവുമായി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തോട് നല്ല നിലക്ക് വർത്തിക്കുക എന്ന ലക്ഷ്യം വെച്ച് ഇന്നത്തെ കാലത്ത് ആരും ബിസിനസ് തുടങ്ങുന്നില്ല. എല്ലാവരുടെയും ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ്, വെൽത്ത് മാക്സിമൈസേഷനാണ്, സാമ്പത്തികം ഉണ്ടാക്കുക, ക്യാഷ് കൂട്ടുക, കിട്ടുന്നത്ര ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. അല്ലാതെ ഏതെങ്കിലും ആളുകൾ, നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ നല്ല പുതിയ ഡ്രസ്സ് ഇട്ട് നടക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ടെക്സ്റ്റൈൽസ് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. നാട്ടിലുള്ള ആളുകൾ നല്ല ആഭരണങ്ങൾ ധരിച്ച് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ആളുകളൊക്കെ നന്നായിട്ട് മധുര പലഹാരങ്ങളൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്തരത്തിലുള്ള ബേക്കറികൾ
ആരംഭിച്ചിട്ടുണ്ടോ? ഒരാളും ഇന്ന് ബിസിനസ് തുടങ്ങിയത് സമൂഹത്തിനെ നന്നാക്കാനല്ല, അവർക്ക് ലാഭങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. അപ്പം നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള നീതീകരണമാണ്. രണ്ടാമത് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ദീർഘകാല താൽപ്പര്യം, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം. സാമൂഹിക പ്രതിബദ്ധത പ്രധാന ലക്ഷ്യമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ബിസിനസ്സിനെയും അതിൻ്റെ പ്രതിച്ഛായയ്ക്കും സ്ഥായിയായ നേട്ടം കൈവരിക്കാൻ സാധിക്കൂ എന്നതാണ്. അതായത് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ സമൂഹവുമായിട്ടുള്ള ഇടപെടലുകൾ, അത് പ്രധാന ലക്ഷ്യമായി സ്വീകരിക്കണം. അപ്പോൾ മാത്രമേ ബിസിനസ്സിന് അതിൻ്റെ പ്രതിച്ഛായവും അതുപോലെ തന്നെ സ്ഥായിയായ നേട്ടം കൈവരിക്കാനും സാധിക്കൂ. ബിസിനസ് അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധത ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളായ തൊഴിലാളികൾ, ഉപഭോക്താക്കൾ, ഓഹരിയുടമകൾ, സർക്കാർ തുടങ്ങിയവർ അത്തരം സ്ഥാപനങ്ങളുമായി നിസ്സഹകരിക്കുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വ നിർവഹണം അവരുടെ തന്നെ താൽപ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും പ്രതിച്ഛായ സാമൂഹിക പ്രതിബദ്ധതയിലൂടെ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നൊരാശയത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ബിസിനസ്സുകാർ ആരുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം? സമൂഹവുമായിട്ട് നല്ല നിലക്ക് പ്രവർത്തിച്ചിരിക്കണം. രണ്ടാമത് പറയുന്നത് സർക്കാർ നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ. എന്താ? അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻസ്. അത് ലോക്ക്ഡൗൺ ഇളവുകളല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത വസ്തുതയാണ്. സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ ഏതൊരു വ്യാപാരിക്കും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലൂടെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലൂടെ ബിസിനസ് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നു. പരമാവധി സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സ്വസ്ഥമായ രീതിയിലേക്ക് കച്ചവടം നടത്തുന്നതിലേക്കാണ് ബിസിനസ്സുകാർ ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സംരക്ഷണമാണ്. മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറയും. എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ തരത്തിലുള്ള നിയമം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമായ വസ്തുതയാണ്. മനസ്സിലായില്ലല്ലോ? ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല, അപ്രായോഗികമായ വസ്തുതയാണ്. ഈ ആശയത്തിൻ്റെ ആധാരം അതാണ്. ബിസിനസ്സിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർ നിയമത്താൽ നിയന്ത്രിക്കപ്പെടാൻ സാധിക്കാത്ത സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേക്കാം. ഇത് ബിസിനസ്സിനെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ബിസിനസ് അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് അഭികാമ്യം. പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണേ. മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി അഥവാ സമൂഹത്തിൻ്റെ സംരക്ഷണം. സമൂഹത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ തരത്തിലുള്ള നിയമം നിർമ്മിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്ന്, ബിസിനസ്സിൽ നിന്ന് ജനങ്ങൾ ഉദ്ദേശിക്കുന്ന സേവനങ്ങൾ കിട്ടുന്നില്ലെന്ന് ബോധ്യമായാൽ ജനങ്ങൾ എന്ത് ചെയ്യും? നിയമത്തിൽ നിയന്ത്രിക്കപ്പെടാൻ സാധിക്കാത്ത സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേക്കാം. അപ്പോൾ ഇത് ബിസിനസ്സിനെ ദോഷകരമായി ബാധിക്കും. ചുരുക്കത്തിൽ ഒരു ഹോസ്പിറ്റലിൽ മെഡിസിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റിനുള്ള ഫീസ് വർദ്ധിപ്പിക്കുക മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച്. അങ്ങനെ തുടങ്ങി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നൽകുക. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ സമൂഹം പൊതുജനങ്ങളായിട്ടുള്ള ആളുകളുടെ ജീവൻ സംരക്ഷിക്കാനും അവരുടെ ആവശ്യങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടാനും ബിസിനസ് തയ്യാറാകുന്നില്ലെന്ന ബോധ്യം ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് തിരിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ അത് എന്ത് ചെയ്യും? വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ബിസിനസ്സിനെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ബിസിനസ് അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് അഭികാമ്യം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്താണ്? ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നതാണ്. ആ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യകതകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്നു എന്നതാണ്. കൺവേർട്ടിംഗ് പ്രോബ്ലംസ് ഇൻറ്റു ഓപ്പർച്യൂണിറ്റീസ്. നഷ്ടസാധ്യത കൂടുതലായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളെപ്പോലും ലാഭകരമായ തരത്തിൽ മാറ്റാൻ സാധിക്കുന്ന ബിസിനസ്സിന്
സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അവയെ ഫലപ്രദമായി നേരിടുന്നതിനും കഴിയുന്നു എന്നതാണ്. അതും വളരെ സിമ്പിളാണ്. പിന്നെ പറയുന്നത് ബിസിനസ് ചെയ്യുന്നതിനുള്ള മികച്ച പരിസ്ഥിതി, ബെറ്റർ എൻവിയോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നത് വളരെയധികം വൈവിധ്യവും സങ്കീർണവുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിലാണെങ്കിൽ അത് വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഒരുപാട് പ്രശ്നമുള്ള ഒരു ഏരിയയിൽ പോയിട്ടൊരു ബിസിനസ് തുടങ്ങാം, അപ്പോൾ ആ ബിസിനസ്സിന് വിജയം കുറവായിരിക്കും. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നതാണ്. കുറഞ്ഞ പ്രശ്നങ്ങളുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ബിസിനസ്സിന് പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കൂ എന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നത് വളരെയധികം വൈവിധ്യവും സങ്കീർണവുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിലാണെങ്കിൽ അത് വിജയകരമാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന, അതായത് ബിസിനസ് ഇനി ഉണ്ടാവില്ല, അപ്പോൾ ബിസിനസ് അവിടെ നിലനിൽക്കണം, പക്ഷെ ആ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു സമൂഹത്തിന് മാത്രമേ ബിസിനസ്സിന് പ്രവർത്തിക്കുവാൻ ആവശ്യമായ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കൂ എന്നതാണ്. 8. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബിസിനസ്സിനും ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെ? സാമൂഹിക പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബിസിനസ്സിന് ഉത്തരവാദിത്വമുണ്ട്. ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ചില സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ നിലനിർത്തുന്നതോ ബിസിനസ് സ്ഥാപനങ്ങൾ തന്നെയാണ് എന്ന വാദം നിലനിൽക്കുന്നു. പരിസ്ഥിതി മലിനീകരണം, സുരക്ഷിതമല്ലാത്ത തൊഴിലിടം, അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിലെ അഴിമതി, തൊഴിലിടങ്ങളിലെ വിവേചനം തുടങ്ങിയവ ഇതിൽ ചിലതാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മറ്റാരെങ്കിലും പരിഹരിക്കുമെന്ന് കാത്തു നിൽക്കാതെ അവ പരിഹരിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ബിസിനസ്സിനുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ നിലനിർത്തുന്നതോ ബിസിനസ് സ്ഥാപനങ്ങൾ തന്നെയാണ് എന്ന വാദം, ഇങ്ങനൊരു വാദം നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇങ്ങനൊരു പ്രശ്നം വരാനുള്ള കാരണം ബിസിനസ്സാണ് എന്ന വാദം നിലനിൽക്കുമ്പോൾ പരിസ്ഥിതി മലിനീകരണം, സുരക്ഷിതമല്ലാത്ത തൊഴിലിടം, അത് പരിസ്ഥിതി മലിനീകരണങ്ങളാണ്, സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളാണ്, അതുപോലെ തന്നെ പൊതു സ്ഥാപനങ്ങളിലെ അഴിമതികളാണ്, തൊഴിലിടങ്ങളിലെ വിവേചനം തുടങ്ങിയവ ഇതിൽ ചിലതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റാരെങ്കിലും അത് പരിഹരിക്കുമെന്ന് കരുതി കാത്തു നിൽക്കാതെ അവ പരിഹരിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ബിസിനസ്സിനുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ ചർച്ച ചെയ്തത് ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിന് അനുകൂലമായ വാദങ്ങളാണ്. അപ്പോൾ പ്രതികൂലമായ വാദങ്ങൾ വേറെ ഉണ്ട് അല്ലേ? അനുകൂലം ഉണ്ടാകുമ്പോൾ പ്രതികൂലമുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെന്ന് പറഞ്ഞാൽ വെയിലറിക്കുന്നതായിരിക്കും ചിലപ്പം അനുകൂലം, മഴ പെയ്യുന്നത് പ്രതികൂലമായിരിക്കും. എന്നതുപോലെ ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിന് എതിരായ വാദങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, എഗെയിൻസ്റ്റ് കേട്ടോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിന് എതിരായ വാദങ്ങൾ. ഒന്ന്, പരമാവധി ലാഭം എന്ന ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. ശ്രദ്ധിക്കണേ, പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നതല്ലേ ബിസിനസ്സിൻ്റെ ലക്ഷ്യം? ബിസിനസ് നിലകൊള്ളുന്നത് പരമാവധി ലാഭം നേടുന്നതിന് വേണ്ടിയല്ലേ? അതെ. എന്നാൽ ഈ വാദഗതിയുടെ അടിസ്ഥാനം എന്താണ്? സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോലും ഈ ലക്ഷ്യത്തിന് എതിരാണ്. വാസ്തവത്തിൽ ഒരു ബിസിനസ്സിന് അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ചെലവ് കുറച്ചും പരമാവധി ലാഭം നേടുന്നതിലൂടെ അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയും. അപ്പോൾ എതിരായ വാദം എന്ന് പറയുന്നത് പരമാവധി ലാഭം എന്ന ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. ബിസിനസ് നിലകൊള്ളുന്നത് പരമാവധി ലാഭം നേടുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഈ വാദഗതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോലും ഈ ലക്ഷ്യത്തിന് എതിരാണ്. വാസ്തവത്തിൽ ഒരു ബിസിനസ്സിന് അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ചെലവ് കുറച്ചും പരമാവധി ലാഭം നേടുന്നതിലൂടെ അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുമെന്നതാണ്. രണ്ടാമത്തെ പ്രതികൂലമായ വാദം, എതിരായ വാദം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ എതിരായ വാദം പറയുന്നത് ഉപഭോക്താക്കൾക്ക് അധിക ഭാരം നൽകുന്നു, അഥവാ ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾക്ക് അധിക ഭാരം നൽകുന്നു എന്നതാണ്. മലിനീകരണ നിയന്ത്രണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന് വളരെയധികം ചെലവും മുതൽ മുടക്കും ആവശ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ബിസിനസ് അവർ വഹിക്കേണ്ട സാമ്പത്തിക ചെലവിൻ്റെ ഭാരം
സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളിലേക്ക് കൈമാറുന്നു. ഇത്തരത്തിൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ചെലവായ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് അനീതിയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? മലിനീകരണ നിയന്ത്രണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ അത് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന് ചെലവ് കൂടുകയാണ്, അതിന് കൂടുതൽ മുതൽ മുടക്ക് ആവശ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ബിസിനസ് എന്ത് ചെയ്യുന്നു? അവർ വഹിക്കേണ്ട സാമ്പത്തിക ചെലവിൻ്റെ ഭാരം, അവർക്ക് നഷ്ടം വരുന്ന ആ ചെലവ് സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളിലേക്ക് കൈമാറുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ക്യാഷും കൂടി ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ചെലവായ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് അനീതിയാണ് എന്നതാണ് ഇതിനെതിരായ മറ്റൊരു വാദം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സാമൂഹിക വൈദഗ്ധ്യത്തിൻ്റെ അഭാവമാണ്, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയും. ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. ബിസിനസ്സുകൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനും പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരുമല്ല. അതിനാൽ സാമൂഹിക പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗം ആളുകൾ പരിഹരിക്കേണ്ട വിഷയമാണ് എന്നതാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പക്ഷേ ബിസിനസ്സിന് കഴിഞ്ഞോളന്നില്ല. കാരണം എന്താണ്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധ്യമല്ല. ബിസിനസ്സുകാർ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനും പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരല്ല. ബിസിനസ്സിൽ നിലകൊള്ളുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനേ ബിസിനസ്സുകാർക്ക് സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ നിലകൊള്ളുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അത്രമാത്രം കഴിവ് ഉള്ളവരല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗം ആളുകൾ പരിഹരിക്കേണ്ട വിഷയമാണ് എന്നതാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. അടുത്ത് പറഞ്ഞ പൊതുജന പിന്തുണയുടെ അഭാവമാണ്, ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. സാമൂഹിക പ്രശ്നങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അതായത് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നില്ല. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പൊതുജന വിശ്വാസവും സഹകരണവും ഇല്ലാത്തതിനാൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവ വേണ്ട വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ ബിസിനസ്സുമായുള്ള പൊതുജനങ്ങളുടെ വിശ്വാസമില്ലായ്മ കാരണം ഇവർക്ക് കൃത്യമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു എതിരായ വാദം പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ യാഥാർത്ഥ്യമാണ്, അഥവാ റെസ്പോൺസിബിലിറ്റി, റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിന് അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ബിസിനസ്സുകാരൻ യഥാർത്ഥത്തിൽ ഇതിലേത് വാദത്തിനൊപ്പം നിൽക്കുമെന്നതാണ്. പരമാവധി ലാഭം നേടുക എന്നതിനോ അതോ സാമൂഹിക ലക്ഷ്യം എന്ന ആശയത്തിനോ ബിസിനസ്സുകാരുടെ മനോഭാവത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ലാഭകരമായ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കുന്നതോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ കൂടി നിറവേറ്റണമെന്ന തിരിച്ചറിവാണ്. മനസ്സിലായില്ല? ലാഭം ഉണ്ടാക്കണം, പക്ഷേ സാമൂഹിക ഉത്തരവാദിത്വം കൂടെ നിറവേറ്റണം എന്ന തിരിച്ചറിവാണ്. എന്നാൽ ഇതിനെ സ്വകാര്യ സംരംഭങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സ്വകാര്യ സംരംഭങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഭംഗി വാക്കായി മാത്രമേ കാണേണ്ടതുള്ളൂ എന്നതും പറയുന്നുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങൾക്ക് വ്യക്തമായ മനുഷ്യാവകാശങ്ങൾ ഉള്ളതിനാൽ അവർ ബിസിനസ്സിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട പെരുമാറ്റം ആവശ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇത്തരം വെല്ലുവിളികളെ തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും സ്വകാര്യ ബിസിനസ് സംരംഭങ്ങൾ ഭാഗികമായെങ്കിലും തയ്യാറാവുന്നു എന്ന യാഥാർത്ഥ്യം നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ബിസിനസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമത്തിലും വീക്ഷണത്തിലും മാറ്റം വരുത്താതിരിക്കുകയും അതിൻ്റെ നിയമാനുസൃതമായ പങ്ക് വഹിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ അതിന് വിജയിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നു എന്നതാണ്. സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് ബിസിനസ്സുകാരനെ നിർബന്ധിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമായ ഘടകങ്ങളും കാരണങ്ങളും ഏതൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ സാമൂഹിക ഉത്തരവാദിത്വത്തിലൂടെ ബിസിനസ്സിൻ്റെ വികസനത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അവയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ താഴെ പറയുന്നു. ഒന്ന്, പൊതു നിയന്ത്രണങ്ങളാണ്. അതായത്
ത്രെട്ട് ഓഫ് പബ്ലിക് റെഗുലേഷൻ എന്നതാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കർമ്മപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ജനാധിപത്യ ഇന്ത്യ, നമ്മളെ രാജ്യം ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണഘടന എന്നതാണ് ജനാധിപത്യം. അപ്പോൾ ഇവിടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ എന്തു ചെയ്യുന്നു? ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കർമ്മപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. സമൂഹത്തിൽ നിരുത്തരവാദപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർക്കെതിരെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ബിസിനസ് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇത്തരത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളോടുള്ള ഭയമാണ്. അപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങളെ പേടിച്ചുകൊണ്ടാണ് ശരിക്കും ബിസിനസ് ഇത്തരം എന്ത് ചെയ്യുന്നത്, ഉത്തരവാദിത്വ നിർവഹണങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില അനുയോജ്യമായ സാഹചര്യങ്ങൾ ബിസിനസ്സുകാർ ഏറ്റെടുക്കുന്നത് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സമ്മർദ്ദമാണ്. പ്രഷർ ഓഫ് ലേബർ ആൻഡ് മൂവ്മെൻറ്റ്. തൊഴിലാളി സമൂഹം ഇപ്പോൾ കൂടുതൽ വിദ്യാസമ്പന്നരാണ്. പഴയകാലത്ത് തൊഴിലാളികളെ പോലെയല്ല. അവർ കൃത്യമായ അറിവും കഴിവുള്ള ആളുകളാണ്. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. പിന്നെ വിദ്യാഭ്യാസം മാത്രമല്ല, അവർ സംഘടിതരാണ്. തൊഴിലാളികൾ സംഘടിതരായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള തൊഴിലാളി സമൂഹത്തിന് നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളരെ ശക്തരായി തീർന്നിട്ടുണ്ട്. സമരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. തൊഴിലാളികൾ ഇത് ബിസിനസ് സ്ഥാപനങ്ങളെ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന രീതിയായ ഹയർ ആൻഡ് ഫെയർ എന്നതിനു പകരം തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ കാരണമാകുന്നുണ്ട് എന്നതാണ്. പിന്നെ പറയുന്നത് പ്രബുദ്ധരായ ഉപഭോക്താക്കളുടെ സ്വാധീനമാണ്. ഇമ്പാക്റ്റ് ഓഫ് കൺസ്യൂമർ കോൺഷ്യസ്നെസ്. വിദ്യാഭ്യാസത്തിൻ്റെയും ബഹുജന മാധ്യമങ്ങളുടെയും വികസനവും വിപണിയിലെ മത്സരവും ഉപഭോക്താവിനെ വിപണി ശക്തികളെ നിശ്ചയിക്കുന്നതിന് വേണ്ട അവകാശങ്ങളെപ്പറ്റിയും അധികാരങ്ങളെപ്പറ്റിയും ബോധമുള്ളവരാക്കാനും ഉപഭോക്താവ് കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് കാവിയറ്റ് എംപ്റ്റർ എന്ന വിപണന രീതിക്ക് പകരമായ ഉപഭോക്താവിനെ വിപണിയുടെ രാജാവായി കണക്കാക്കുന്ന പുതിയ രീതി അവലംബിച്ച് ബിസിനസ് സ്ഥാപനങ്ങൾ ഉപഭോക്തൃ അധിഷ്ഠിതമായ വിപണന നിയന്ത്രണങ്ങൾ ആരംഭിച്ചത്. പ്രബുദ്ധരായ ഉപഭോക്താക്കളുടെ സ്വാധീനം എന്നതാണ് മറ്റൊരു പോയിന്റ്. പിന്നുള്ളതൊക്കെ നിങ്ങൾ പോയിന്റ് പഠിച്ചാൽ മതിട്ടാ, വിശദീകരണം വേണ്ട. 5-6 വിശദീകരണങ്ങൾ പറഞ്ഞല്ലോ. ഇനി നാലാമത്തേത് ബിസിനസ്സിന് വേണ്ട സാമൂഹിക നിലവാരത്തിൻ്റെ വികാസമാണ്. അപ്പോൾ ഏത് തരം ബിസിനസ് പ്രവൃത്തിയിലൂടെയും എങ്ങനെയും ധനം സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബിസിനസ്സിനെ കണക്കാക്കാൻ സാധ്യമല്ല. അപ്പോൾ പുതിയ സാമൂഹിക നിലവാര പ്രകാരം ബിസിനസ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന നിബന്ധനയോടെ നിയമാനുസൃതമായി കണക്കാക്കുന്നു എന്നതാണ്. പിന്നെ ബിസിനസ് വിദ്യാഭ്യാസത്തിൻ്റെ വികാസം എന്നതാണ്. സാമൂഹിക ഉത്തരവാദിത്വത്തോടെയുള്ള ബിസിനസ് വിദ്യാഭ്യാസത്തിൻ്റെ വികാസം കൂടുതൽ ആളുകളെ ബിസിനസ്സിൻ്റെ സാമൂഹിക ആവശ്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ, നിക്ഷേപകർ, തൊഴിലാളികൾ, ഉടമസ്ഥർ തുടങ്ങിയ വിദ്യാസമ്പന്നരായ ആളുകൾ വിവിധ തലങ്ങളിൽ എത്തിയതിലൂടെ സാമൂഹിക വിഷയങ്ങളിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായ ഇടപെടലുകൾ നടക്കുന്നു. അപ്പോൾ സമൂഹവുമായി ഇടപെടുന്നിടത്ത് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് വളരെ സ്വാധീനിക്കുന്നുണ്ട്. സാമൂഹിക താല്പര്യവും ബിസിനസ് താല്പര്യവും തമ്മിലുള്ള ബന്ധങ്ങളാണ്. സാമൂഹിക റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ്. ബിസിനസ് സ്ഥാപനങ്ങളുടെ സാമൂഹിക താല്പര്യം ബിസിനസ് താല്പര്യവും പരസ്പര വിരുദ്ധമല്ലെന്നും അവ പരസ്പര പൂരകങ്ങളാണെന്നുമുള്ള വസ്തുത ബിസിനസ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതായത് ബിസിനസ് സ്ഥാപനങ്ങളുടെ സാമൂഹിക താല്പര്യവും ബിസിനസ് താല്പര്യവും പരസ്പര വിരുദ്ധമല്ലെന്ന് കൃത്യമായി ഇവിടെ വിവക്ഷിക്കപ്പെടുന്നു എന്നതാണ്. പിന്നീട് പറയുന്നത് പ്രൊഫഷണൽ ഭരണ നിർവഹണ വിഭാഗത്തിൻ്റെ വികാസം, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ മാനേജീരിയൽ ക്ലാസ് ആണ്. സർവകലാശാലകളിലെയും പ്രത്യേക മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളെയും മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം വഴി ലഭിക്കുന്ന പ്രത്യേക പ്രൊഫഷണൽ ഭരണ നിർവഹണ വിഭാഗം നിർവാഹകരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അറിവുള്ള ആളുകൾ, പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ ബിസിനസ്സിന് സാധിച്ചു എന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ റിയാലിറ്റി, ഉത്തരവാദിത്വത്തിൻ്റെ യാഥാർത്ഥ്യം, റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക.
അത് കൃത്യമായിട്ട് തന്നെ സാമൂഹിക ഉത്തരവാദിത്വവും അതിൻ്റെ അനുകൂലമായ വാദങ്ങളും പ്രതികൂലമായ വാദങ്ങളൊക്കെ ശരിക്കും പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വിവിധ തരം സാമൂഹിക ഉത്തരവാദിത്വങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.